ഹായ് ഫ്രണ്ട്സ്, ടെക് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാഡ്ജറ്റ്സ് വൺ മലയാളം എങ്ങനെയാണ് തംബ്നെയിൽ നിർമ്മിക്കുന്നത് എന്നുള്ളത് ആണ് നോക്കാൻ പോകുന്നത്. അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റും. മലയാളം ട്രോൾ മേക്കർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനായി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം മലയാളം ട്രോൾ മേക്കർ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ഒരു ആപ്ലിക്കേഷൻ വന്നത് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുക. അതിനുശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണം. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുകയാണ്. ഗാഡ്ജറ്റ്സ് വൺ മലയാളം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ തംബ്നെയിൽ അതേപോലെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇമേജിൻ്റെ താഴത്തായി റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആരോ കാണാൻ സാധിക്കും. അത് ഒന്ന് പിടിച്ച് വലിച്ചാൽ മാത്രം മതി. വീഡിയോയിൽ കാണുന്ന ഇതുവരെ പിടിച്ചു വലിക്കുക. ഇത്രക്ക് മാത്രം മതി നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയുടെ തംബ്നെയിൽ ഞാനിവിടെ ഒന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇതാണ് ആ വീഡിയോയുടെ തംബ്നെയിൽ. ഇതുപോലെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഈ തംബ്നെയിലിന് മുകളിൽ ഒരു ചിത്രം കാണുന്നുണ്ടാവും, ഒരു ബോക്സിനകത്ത്. അത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാമെന്ന് ആദ്യം നോക്കാം. അതിനായി താഴെയുള്ള ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. ആഡ് ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കൊടുക്കേണ്ട ഇമേജ് ഞാൻ ആ ഫോട്ടോയിൽ നിന്ന് ക്രോപ്പ് ചെയ്തെടുത്താണ്. ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യമുള്ള അത്ര വലുപ്പം ക്രമീകരിക്കുക. ഞാനിവിടെ വലുപ്പം ക്രമീകരിച്ചു. നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും ഒരു ഓപ്ഷൻ എന്ന ഒരു ബോക്സ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ രണ്ടാമതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോർഡർ എന്ന്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കളർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ഒരു വൈറ്റ് കളർ കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് കളർ കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം മുകളിലുള്ള അത് കുറച്ച് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബോർഡർ വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരണം. അതിനായിട്ട് ഇവിടെ ന്യൂ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കൊണ്ടുവരാൻ പോകുന്നത് ഫ്രീ ആയി എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും ഫ്രീ ആയി 50 MB/s സ്പീഡിൽ നെറ്റ് ഉപയോഗിക്കണമെന്നോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് ഫ്രീ ആയി എന്നുള്ള ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റ് ഈ ആപ്പിൽ ഉണ്ടാവുകയില്ല. അതിനായി നമ്മൾ ഒരു ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ കൊണ്ടുവന്നു. ഇതേ മോഡലിലായിരിക്കില്ല നിങ്ങൾ ടെക്സ്റ്റ് കൊണ്ടുവരുമ്പോൾ. ഈ മോഡലിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. യെല്ലോ കളറൊന്നും ഉണ്ടാവില്ല. അതിന് ബോർഡറും ഉണ്ടാവില്ല. ആ ടെക്സ്റ്റിന് ബോർഡറും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതിനെ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിന് തൊട്ട് താഴെ ലാസ്റ്റ് പെർസെറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കുറേ ചിരി എന്ന കുറേ ഫോൺസ് കാണാൻ സാധിക്കും. ഇവിടെ
യെല്ലോ കളറുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതിനുശേഷം ഫോണ്ട് സ്റ്റൈല് നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും. ഫോണ്ട് സ്റ്റൈല് എന്നൊരു ബോക്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് ഫാമിലി എന്നുള്ളത് കൊടുക്കുക. ഇവിടെ വന്ന് നിങ്ങൾക്ക് ആ ഫോണ്ട്, ഇത് ഈ ആപ്പ് കൊടുത്ത ഫോണ്ട്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടെക്സ്റ്റ് ഗെറ്റ് മോർ ഫോണ്ട്സ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫോണ്ട് കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ ആ ഫോണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ചേഞ്ച് ടെക്സ്റ്റ് എന്ന് കൊടുത്ത് ഫ്രീ ആയി എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കായി മലയാളത്തിലോട്ട് മാറിക്കോളും. ഫ്രീ ആയി എന്ന് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ അതൊന്ന് വലിപ്പം ക്രമീകരിക്കാം. ഞാനിവിടെ അതിവിടെ കൊണ്ടുവന്ന് വെച്ചു. നമുക്ക് 50 MB/s ആണ് 500 MB/s ആണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ നമുക്ക് അത് കൊണ്ടുവരാം. അതിനായിട്ട് ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. ശേഷം ആഡ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. നമ്മൾ ഇവിടെ 500 എന്ന് ടൈപ്പ് ചെയ്യുക. ഡൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 500 വന്നതായി കാണാൻ സാധിക്കും. അത് ഈ സൈഡിലോട്ടാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക, MB/s കൊടുക്കുക. നിങ്ങൾക്കിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തതുകൊണ്ട് ഈ ഫോണ്ടിൽ ഇംഗ്ലീഷ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫോണ്ട് സ്റ്റൈല് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്യുക. ഇവിടെ ചിലതൊക്കെ നമുക്ക് ഇംഗ്ലീഷായി കാണാൻ പറ്റുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു. അത് കറക്റ്റാണ്. സെലക്ട് ചെയ്തു. നമുക്ക് താഴെ കൊണ്ടുവരേണ്ടത് സ്പീഡിൽ നെറ്റ് എന്നാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്പീഡിൽ നെറ്റ് എന്ന്. അതാണ് ഇനി നമുക്ക് കൊണ്ടുവരേണ്ടത്. അതിനായി നമ്മൾ ന്യൂ ലെയർ ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. സ്പീഡിൽ നെറ്റ് എന്നാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ശരിയായിട്ടല്ല വരുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു കീബോർഡ് ഉണ്ട്. ആ കീബോർഡ് ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യുകയാണ്. ഗൂഗിളിൻ്റെ കീബോർഡാണ്. ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് എന്ന ആപ്ലിക്കേഷൻ. അവിടെ നമ്മൾ ഇനി ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ സ്പീഡിൽ നെറ്റ് എന്ന് കൊടുക്കുകയാണ്. അക്ഷരം മാറിപ്പോയി, സോറി. സ്പീഡിൽ നെറ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഡൺ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഫോണ്ടിൽ കാണാൻ സാധിക്കും. അവിടെ ഫോണ്ട് സ്റ്റൈല് ക്ലിക്ക് ചെയ്ത് ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. അതേ ഫോണ്ട് സെലക്ട് ചെയ്തെടുത്തു. ഞാനിവിടെ സ്പീഡിൽ നെറ്റ് എന്ന് കൊടുത്തു. നമുക്ക് താഴെ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ന്യൂ ലെയർ ടെക്സ്റ്റ് കൊടുക്കുക. ഉപയോഗിക്കണമോ എന്ന് സെർച്ച് ചെയ്യുക. It's murder. Go crazy, berserker.
ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കണമോ എന്നാണ് അവിടെ ചേഞ്ച് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ശരിയായി. നമുക്ക് ഇത് താഴോട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. ഫോണ്ടിൻ്റെ സൈസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ന്യൂ ലെയർ ആഡ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടുവരിക. സൈസ് ക്രമീകരിക്കുക. എന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഗാഡ്ജറ്റ്സ് വൺ മലയാളത്തിൻ്റെയും തംബ്നെയിൽ, അതുപോലത്തെ ഒരു തംബ്നെയിൽ നമ്മൾ മൊബൈലിൽ ഉണ്ടാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. അതിനു മുന്നേ നമ്മളുണ്ടാക്കിയ തംബ്നെയിലും ഗാഡ്ജറ്റ്സ് വണ്ണിൻ്റെയും തംബ്നെയിലും തമ്മിലുള്ള വ്യത്യാസം ഈ വീഡിയോക്ക് ലാസ്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.